ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ 3 കൂട്ട് കറികളായിട്ടാണ്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് ഞാൻ ഇഡ്ഡലി പൊടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ നല്ല തിക്കായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അടുത്തത് തക്കാളി ചട്നിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 3 അടിപൊളി ടേസ്റ്റാണ്. ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇത് നമുക്കെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇനി ഉഴുന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ളൊരു പാത്രം എടുക്കാം. ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇരുമ്പ് ചട്ടി ആയാലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു കുമിള വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും എരിവിന് ആവശ്യമുള്ള 1.5 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് എടുക്കുമ്പോൾ പറ്റുമെങ്കിൽ കഴുകിയെടുക്കണം. അല്ലെങ്കിൽ നനഞ്ഞ ഒരു ടവലിൽ നമുക്ക് ആവശ്യമുള്ള ഉഴുന്നൊന്ന് തുടച്ചെടുത്താലും മതിയാകും. ഉഴുന്ന് തയ്യാറായെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിലിട്ടേക്കുന്ന കരിവേപ്പില കയ്യിലൊന്ന് പൊടിച്ച് നോക്കണം. അത് ക്രിസ്പിയായി പൊടിഞ്ഞ് വരുന്നെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് പൊടിച്ചെടുത്താൽ മതിയാകും. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി ചട്നി റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു ചെറിയൊരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10-12 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കരിവേപ്പില, ഇതേ സൈസിനുള്ള 3 തക്കാളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള പാതി വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് 3 തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തക്കാളി നന്നായി വെന്തുടഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഉഴുന്നൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കുറച്ച് കൂടുതൽ നാൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. പിന്നെ ആവശ്യത്തിന് നമുക്ക് എടുക്കുമ്പോൾ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വേണം ഇത് ഇഡ്ഡലിക്ക് വേണ്ടി സെർവ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഇഡ്ഡലി പൊടിയാണ്. എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇത് കുറച്ച് ദിവസം വരെ ഇരിക്കും. ആ സമയം കൊണ്ട് തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അതിനായിട്ട് നമുക്ക് ഉണക്കമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എരിവിനാവശ്യമുള്ള ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു 4 ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വശം മാത്രമായിട്ട് കരിഞ്ഞു പോകും. കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനി രണ്ടും തണുത്തതിന് ശേഷം ആദ്യം മിക്സിയുടെ ജാറിൽ മുളക് മാത്രം ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ മുളക് നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു സ്പൂൺ എടുത്ത് ആ സൈഡിലുള്ള എല്ലാം കൂടി സെൻട്രലാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക്
നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു ബൗളിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്ന് താളിച്ച കൂടി ഒഴിച്ചതിന് ശേഷം വേണമെങ്കിലും എടുക്കാം. എണ്ണ അധികം ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇതുപോലൊരു പാൻ വെച്ച് കൊടുക്കാം. നേരത്തെ മുളക് ഫ്രൈ ചെയ്ത ഓയിൽ ഒരല്പം ഉണ്ടായിരുന്നു, അതിലേക്ക് ഒരല്പം ഓയിൽ കൂടി ഒഴിച്ച് അത് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു വറ്റൽമുളക് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാ ചട്നി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4-5 ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിന് എരിവിന് ആവശ്യത്തിന് ഞാൻ തൊണ്ടൻ മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചമ്മന്തിക്കൊക്കെ ടേസ്റ്റുള്ളൊരു മുളകാണ്. ഇത് കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതിൽ വേണമെങ്കിൽ ഒരല്പം പുളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് താളിച്ച് കൂടി എടുക്കാം. അതിനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിലൊരു ഇതുപോലൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരല്പം കടുകും അത് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വച്ചേക്കുന്ന ചട്നി ചേർത്ത് കൊടുക്കാം. ഒരല്പം കരിവേപ്പിലയും ചേർത്ത് ആ ജാറിൽ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് ലൂസാക്കിയല്ല, നല്ല തിക്കാക്കി ചെയ്തെടുക്കുന്നതാണ്. ഇത് അധികം തിളച്ച് വരേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ചട്നിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുപോലെ തന്നെ എല്ലാവരും 3 തയ്യാറാക്കി നോക്കണം. നല്ലൊരു അടിപൊളി ഇഡ്ഡലിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റുന്ന 3 കൂട്ടുകളാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.